സുരേഷ് ഗോപി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയേക്കാമെന്നാണ് നടൻ സന്തോഷ് കെ നായർ അഭിപ്രായപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു രാഷ്ട്രപതി വന്നിട്ട് കുറെ കാലമായെന്ന് നടൻ പറഞ്ഞു. കേരളത്തിലെ BJP നേതൃത്വത്തോട് വലിയ വിയോജിപ്പുണ്ട്. നല്ലൊരു നേതാവ് BJPക്കില്ലെന്നും ഹാൻസ് വായിലിട്ട് ശബരിമലയിൽ പോയവരെ പോലുള്ള നേതാവാണ് ഉള്ളതെന്നുമാണ് സന്തോഷ് കെ നായർ ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുന്നത്. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തിയത്. സന്തോഷ് കെ നായരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷ് ഗോപി തന്റെ ബന്ധുവുമാണ്. ആദ്യം അദ്ദേഹത്തെ കാണുന്നത് ലൊക്കേഷനിൽ വെച്ചായിരുന്നു. യുവജനോത്സവത്തിലാണ് ആദ്യം കാണുന്നത്. അതിൽ സുരേഷ് ഗോപിയെ പിടിച്ചിടിക്കുന്നുണ്ടായിരുന്നു. അടുത്ത പടം മുതൽ പുള്ളി തന്നെ ഇടിക്കാൻ തുടങ്ങിയിരുന്നു. സുരേഷ് ഗോപി പാവമാണ് എന്ന് ചോദിച്ചാൽ പാവമല്ലാത്ത ആരാണ് ശരിക്കും ഉള്ളത്? ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. സുരേഷ് ഗോപി എന്ന് തന്നെയാണ് താൻ വിളിക്കാറുള്ളത്. മുൻ മന്ത്രിയായിരുന്ന MP ഗോവിന്ദൻ നായർ തന്റെ വല്യച്ഛനുമാണ്. മാത്രമല്ല സുരേഷിന്റെ വല്യമ്മാവനും. അതാണ് ഞങ്ങളുടെ ബന്ധം. ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ഇനി പ്രസിഡന്റ് ആവില്ലെന്ന കാര്യം ആർക്കറിയാം? ഒരു പ്രാവശ്യം കൂടി മന്ത്രിയായാൽ അടുത്തത് ഇന്ത്യൻ പ്രസിഡന്റായും ചിലപ്പോൾ വരാം. ഇത് പ്രവചനമൊന്നുമല്ല, ചിലപ്പോൾ സംഭവിക്കാം. തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു രാഷ്ട്രപതി വന്നിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. അവർണനെ രാഷ്ട്രപതിയാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ പലരും ഇവിടെ കരയുന്നത്. സവർണറെ പ്രസിഡന്റ് ആക്കിയിട്ട് എത്ര കാലം കഴിഞ്ഞു? പക്ഷെ എനിക്ക് ആവശ്യപ്പെട്ടുകൂടെ? ഞാനൊക്കെ ആണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരുമായിരുന്നു. ഇങ്ങനെയൊന്നും ഒരിക്കലും ആവില്ല. ആനുകൂല്യങ്ങളൊക്കെ വലിയ പ്രശ്നമാകും. ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ല എന്നതും ഒരു സത്യമാണ്. അതിനായി വികസിത രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ മാത്രം മതി. ആദ്യകാലത്തൊക്കെ സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. BJP സ്ഥാനാർത്ഥിയായി തന്റെ പേര് ഒരിക്കൽ പോയിരുന്നു. പിന്നീട് അത് വെട്ടിപ്പോയി. ചോദിച്ചാൽ പേര് വന്നില്ല എന്നൊക്കെയാണ് അവർ പറയൂ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാനില്ല. ഇവർ എവിടെയെങ്കിലും കറങ്ങിയിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ അതുവരെ സ്റ്റേജിൽ പിടിച്ചു നിർത്താൻ ഒരു സിനിമാക്കാരൻ വേണം. അത്രയേ ഉള്ളൂ. സാധാരണ സിനിമക്കാർ നന്ദി നമസ്കാരം പറയുന്നിടത്ത് താൻ അവിടെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. തൃശ്ശൂരിൽ അനീഷിനു വേണ്ടി പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ BJPയിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചാൽ ആദ്യം പാർട്ടിക്ക് ഒരു നല്ല നേതാവ് ഉണ്ടാകണം. കേരളത്തിൽ നല്ല നേതാവില്ല എന്ന് തന്നെ പറയാം. ആരാണുള്ളത്? ഓരോ ദിവസം ഓരോ കുറ്റം ഉന്നയിക്കുന്ന ഒരാളാണോ? ഇന്നിപ്പോൾ ഇരുന്ന് പറയുകയും ചെയ്യും. മുഖ്യമന്ത്രി ഇന്നത് കാണിച്ചു എന്നൊക്കെ തരത്തിൽ കുറ്റം പറയും. അടുത്ത ദിവസം വേറൊന്നായിരിക്കും പറയുന്നത്. അതിൻ്റെ അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. അത്തരത്തിലൊരു നേതാവിനെ എന്തിനാണ് ശരിക്കും ആവശ്യം? K. സുരേന്ദ്രന്റെ പേര് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഹാൻസ് വായിലിട്ട് ശബരിമലയിൽ തുപ്പിയ ആളെന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. ഇതെല്ലാവരും കണ്ട ഒരു കാര്യമാണ്. താൻ ഒരിക്കലും അതൊന്നും ഉണ്ടാക്കി പറയുന്നതുമല്ല. കേരളത്തിലെ നേതൃത്വത്തോട് തനിക്ക് കാര്യമായ വിയോജിപ്പുമുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വരേണ്ടതാണല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്ക് സുരേഷെ, ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾ ജയിക്കും. തൻ്റെ ഒരു വോട്ട് അവിടെ ഉള്ളതാണല്ലോ. താനപ്പോൾ കേരളത്തിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ട് ചെയ്യാൻ വന്നിരുന്നുമില്ല. എന്നാൽ തനിക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അവിടെയൊക്കെ വോട്ട് പിടിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.